ഇപ്പോഴിതാ വീണ്ടും ഒരു മാസം അടച്ചു പൂട്ടിയിട്ടാണ് ഇപ്പോൾ ഈ പ്രവൃത്തി നടക്കുന്നത്. നമ്മുടെ പാൽപ്പഞ്ചേരി മേൽപ്പാലത്തിൻ്റെ പണി നമ്മൾ ഫെബ്രുവരി 5-നാണ് പാലം അടച്ചിട്ടിട്ട് പണി ആരംഭിച്ചത്. അന്ന് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത് നമുക്ക് മാർച്ച് 5-ഓടുകൂടി ഈ പ്രവൃത്തി പൂർത്തീകരിക്കാവുന്നതാണ്. ഡെയിലി മോണിറ്ററിംഗ് പരിശോധനയെല്ലാം ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്നുണ്ട്. എഞ്ചിൻ ഇപ്പോൾ തന്നെ ജില്ലാ എഞ്ചിനീയർമാരും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ പാപ്പഞ്ചേരി മേൽപ്പാലത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഡാമേജുകൾ പല സ്പാനിനും വരികയാണ്. 1-2 സ്പാനാണ് ആദ്യം പ്രശ്നമുണ്ടെന്ന് കരുതിയത്. പക്ഷെ പൊളിച്ചു മാറ്റുമ്പോൾ കൂടുതൽ സ്ഥലത്ത് കമ്പി മോശമാകുകയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ഈ സാഹചര്യം പരിഹരിക്കാതെ നമുക്ക് ഇടിപിടിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെന്നാണ് എഞ്ചിൻ വിഭാഗം പറയുന്നത്. അതുകൊണ്ട് ഇന്നും വിദഗ്ധ പരിശോധന നടന്നു. ആ പരിശോധന നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വർക്കുകൾക്ക് സ്ലോ ഇല്ല. വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ ചെയ്യേണ്ട വർക്കായതുകൊണ്ട് തന്നെ ഈ മറ്റു കാര്യങ്ങൾ അവർ സ്പെഷ്യലായിട്ട് നൈറ്റിൽ ഉൾപ്പെടെ ആളുകളെ വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ശ്രദ്ധയും കാര്യങ്ങളൊക്കെ സൂക്ഷ്മതയും ഈ കാര്യത്തിൽ പുലർത്തണമെന്നാണ് ജില്ലാ എഞ്ചിനീയർമാരും ഇതിൻ്റെ സൈറ്റ് എഞ്ചിനീയറൊക്കെ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ പരമാവധി വേഗതയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ശ്രമമാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഡാമേജുകൾ കൂടുതൽ കണ്ടെത്തുകയും ആ ഡാമേജുകൾ പരിഹരിക്കാതെ മൈക്രോ കോൺക്രീറ്റ് വർക്കാണ് ബലപ്പെടുത്തി ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ മാർച്ച് 5-ന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല പാലത്തെ സംബന്ധിച്ചുള്ളത് എന്നാണ് എഞ്ചിനീയർമാർ പറയുന്നത്. കുറച്ചുകൂടി ദിവസങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടി വരും.